അപ്പോൾ ഹലോ ഗായ്സ്, MSFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കിയതിൽ അയൺ വെച്ച് ഒരു സാധനം ഉണ്ടാകാമാണ്. നമുക്ക് വേൾഡിൽ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു സാധനമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഹാർഡ് കോറിൽ ചത്തർ ഉണ്ടായിരുന്നു. നമ്മൾ പരീക്ഷ ചെയ്യുന്നവരെ ആ ഹാർഡ് കോർ വേൾഡിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിൽക്കാൻ പറ്റിയില്ല. ആ ചലഞ്ച് അവിടെ ഡ്രോപ്പായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏത് വേൾഡിൻ്റെ വീഡിയോ ഒന്ന് നോക്കി വന്നപ്പോഴാണ് നമുക്ക് ഈ വേൾഡിൽ തന്നെ വേറെ വേൾഡ് ക്രിയേറ്റ് ചെയ്യേണ്ട, ഈ വേൾഡിൽ തന്നെയുള്ള ചെറിയ പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്നാണ്. എന്നിട്ട് നമുക്ക് പിന്നെ 10 ദിവസം ലീവില്ലേ ഓണത്തിൻ്റെ, അപ്പോഴൊക്കെ കുറേ വലിയ പ്ലാനുണ്ട്. പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് കിടുക്കാച്ചി പ്ലാനാണ്. എന്തൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് ഹൗസ് ഉണ്ടാക്കും. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു വീട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പറഞ്ഞാൽ ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ചിലപ്പോൾ അവന്മാർ ഇവിടെ വന്ന് ജോബ് എടുക്കും, നമ്മുടെ ഫാമിലി അവന്മാർ. ഓക്കെ, സെക്കൻഡായിട്ട് നമുക്കൊരു മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാപ്പ് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ വേൾഡിൻ്റെ മാപ്പ് ഇതാ. ഇവിടെ കുറേ സ്ഥലത്ത് പ്ലെയിനായി കിടക്കുന്നതാണ്. നമ്മുടെ പിങ്ക് വീട്ടിൻ്റെ പുറകിലേക്ക് മലയിലേക്കെല്ലാം പ്ലെയിനാണ്, ഒന്നുമില്ല, അവിടെ കാലിയാണ്. അവിടെയൊക്കെ നല്ല രീതിക്ക് ഒരു ബിൽഡ് ഉണ്ടാക്കി നല്ല ഫ്ലാറ്റും വീടുകളൊക്കെ അവിടെ നിറയ്ക്കും. ഞാൻ ആരോ തിരിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കണ്ടില്ലേ, ആ മലനിരങ്ങൾ ഫുള്ള് എന്ന് വെച്ചതാ അങ്ങോട്ടുള്ള അവിടെ ഫുള്ള് ഒരു നല്ല കുറേ വീടൊക്കെ വെച്ച് അവിടെ ഒരു വില്ലേജ് പോലെ സെറ്റാക്കും. പിന്നെ വരുന്നത് നമ്മുടെ അയൺ ഫാമിൻ്റെ കുറച്ചുകൂടി അപ്ഗ്രേഡ്, പിന്നെ നമ്മുടെ ക്രീപ്പർ ഫാം അപ്ഗ്രേഡ്, പിന്നെ വാടനെ കൊല്ലാമെന്ന്, പിന്നെ വേറെയും കുറേ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കണമെന്നുണ്ട്. ഇതൊക്കെ ഈ 10 ദിവസത്തിനുള്ളിലുള്ള വീഡിയോയിൽ ഞാൻ ടൈം ടേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഇന്ന വീഡിയോ എത്ര ദിവസമാണ് എങ്ങനെയൊക്കെയാണെന്ന്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കോളെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ എന്തോ നമ്മുടെ അയൺ കോളത്തിന് പ്രശ്നമുണ്ട്. അയൺ ഫാമിന് ഇതുവരെയായിട്ടും ഒന്നും സ്പോണാണെന്ന് കണ്ടിട്ടില്ല. നമുക്ക് ഇന്നത്തെ സ്പോണായി ഒരു കുഴപ്പമില്ല. നമ്മുടെ 100% വർക്കിംഗ് അയൺ ഫാമിന്. ഇന്നത്തെ വീഡിയോയ്ക്ക് ലക്കുണ്ടോ നോക്കാം. നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടോയെന്നും ലക്കുണ്ടോ നോക്കാം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കയറി വേഗം സബ് അടിച്ചോ. ഓക്കെ, അറിയാമാണ്. വീഡിയോ നോക്കാം. ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇല്ല, പൊട്ടിപ്പോവുക ചെയ്തത്, വിരിഞ്ഞില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ലക്കോറാണ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഒരു നല്ലൊരു സാധനം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അയൺ വെച്ച്. ഇത് ഫുള്ളായണൊന്നും വേണ്ട, സത്യം പറഞ്ഞാൽ ഇത്രയും വേണ്ട. ഇപ്പം നമ്മുടെ അയൺ പോകാൻ നല്ല രീതിക്ക് സഫോക്കേറ്റ് ചെയ്ത് മരിക്കുന്നുണ്ട്. പാവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും. അതെ, ഇനി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കാണാം. നമുക്ക് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കാൻ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് കല്ലും മതി. റെഡ് സ്റ്റോൺ വേണം. ഒരു സംഭവം ഉണ്ടാകാൻ നല്ല രസം ഉണ്ടാകാൻ, അത് വെച്ച് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യം വരും. പിന്നെ ഒന്ന് നമ്മുടെ ഈ വീറ്റ് ഫാം അങ്ങ് അപ്ഗ്രേഡ് ചെയ്യും. ഇവിടുന്ന് വലിയൊരു സ്ഥലം എടുക്കും, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഇവിടെ നിന്ന് വലിയൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വന്നിങ്ങനെ കൈ കൊണ്ട് പറിക്കൊന്നും വേണ്ട. നമ്മളിവിടെ വന്ന് ഒരു സ്വിച്ച് വയ്ക്കുക, തന്നെ അത് പറഞ്ഞ് ഇവിടെയുള്ള ഒരു ചെസ്റ്റിലേക്ക് വന്ന് നിൽക്കും. അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യണം. അതെന്തായാലും ലീവിൻ്റെ 10 ദിവസത്തിന് ഇടയ്ക്ക് എന്തായാലും വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് അതിന് മുമ്പേ കുറച്ച് ഫുഡ് എടുക്കട്ടെ. റെഡ് സ്റ്റോൺ. ഓക്കെ, ഈ ഫുഡ് ഇതുവരെയും കഴിച്ചില്ലല്ലോ. ഇവിടെ വീട്ടായിരുന്നു. ഓ ഗൈസ്, നമ്മുടെ ഇത് കൂടിയത് നിങ്ങൾ കണ്ടായിരുന്നു. ഒറ്റയടിക്കാൻ കൂടി. ഇത്ര കൂടുന്ന ഒരു സാധനമല്ല. ഗോൾഡൻ ആപ്പിൾ കൂടി ഇത്ര ഫാസ്റ്റ് കൂടില്ല. ഗോൾഡൻ ആപ്പിൾ നിന്നാൽ തന്നെ ഉണ്ടാക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അതെവിടെ പോയി? ഇതെന്താ വേണ്ടേ? വുഡിൻ്റെ കാര്യം പറഞ്ഞു. വുഡ് എടുക്കാം. കുറച്ചുകൂടി വുഡ് വേണ്ട വരും. ഏത് വുഡാണുള്ളത്?
ഏത് ഫുഡ് അധികമുള്ള ഫുഡ് എടുക്കുക. ഫുഡില്ല, ഫുഡ് കുറേ ഉണ്ടായിരുന്നു. നമുക്കൊരു സ്റ്റോറേജ് ഏരിയ സെറ്റാക്കണം. ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു സ്റ്റോറേജ് ഏരിയ, പക്ഷേ സെറ്റാക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അൺവെച്ചും പിന്നെ ജസ്റ്റ് ഒന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് റിസോഴ്സസ് ഒന്നും കണ്ടുപിടിക്കുന്നു അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളിന്ന് സംഭവം ഉണ്ടാക്കി എന്നുള്ള രീതി വർക്കാകാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ തണ്ട ഈ സാധനം, ഇതിൻ്റെ പേരാണ് പിസ്റ്റൺ. ഒന്നുണ്ടാക്കി, ഒന്ന് പോരാ, 2 റൗണ്ട് വേണം. 2 ഉണ്ടാക്കി. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടൊരു കുറേ ചെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഒരാക്സ് നോട്ടെ, 2 പിസ്റ്റൺ, ഇത് പിന്നെ ഫുഡ് വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലിവർ ഉണ്ടാക്കണം. ലിവർ ഫസ്റ്റ് 2 സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ചിലപ്പോൾ സ്റ്റിക്ക് വേണ്ട ഒരു ലിവറിന്. ഇതൊക്കെ എവിടേക്ക് പോയി കിടക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് തപ്പിക്കൊണ്ട് വരികയാണ്. ഇതൊക്കെ മാറ്റാൻ വല്ല ഐഡിയ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത്. ഇത് മാറ്റാൻ വല്ല ഐഡിയ ഉണ്ടെന്ന് നമ്മൾ തപ്പിക്കൊണ്ട് വരികയാണ്. ലിവറിന് എന്താ വേണ്ടേ? കല്ല് വേണം. എന്നാൽ പിന്നെ പറയണ്ട വെച്ചാൽ എടുത്തല്ലേ. ഓക്കെ, ലിവർ അതെവിടെയായിരുന്നു? നടന്നു. അതാണ് പ്രശ്നം. തപ്പി കണ്ടുപിടിച്ച് വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ലിവർ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല അതിൻ്റെ. റെഡ് സ്റ്റോണും കല്ലും ഫുഡും ഇവിടെ ഇരിക്കട്ടെ. ഫുഡ് എടുക്കണം. ഫുഡ് ഇപ്പോൾ കയ്യിലില്ല, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഈ കല്ല് പൊളിക്കണ്ടെന്ന് വെച്ചോ, നമുക്ക് പൊളിക്കാൻ ഇഷ്ടമില്ലെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ വർക്കാവൂ. ഗായ്സ്, കുഴപ്പമില്ല, നമുക്ക് ഈ കല്ലെടുക്കാം. എങ്ങനെയായാലും ആയാൽ പോരല്ലോ. ഇതുണ്ടോ ഗായ്സ്, നമ്മൾ ഈ കല്ല് ഇവിടെ വെച്ചു. എന്നിട്ട് നമുക്ക് ഈ കല്ല് പൊട്ടിക്കാണ്ട് ഇങ്ങോട്ട് നീക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലിവർ വെക്കുക. കണ്ടോ ഗായ്സ്, സിമ്പിൾ കഴിഞ്ഞു. നമുക്ക് ഈ കല്ല് അവിടം വരെ വെക്കണം. ഞെക്കുക, എടുക്കുക, എടുക്കുമ്പോൾ ഏറ്റവും ഹെൽപ്ഫുൾ സാധനമായിരിക്കും ഇത്. നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ സ്വിച്ച് ഓണാക്കി. കണ്ടോ, അത് ഓൾറെഡി കൊയ്തു. നമ്മളത് കൊയ്തു. കണ്ടോ ഇങ്ങനെ കൊയ്യാനുള്ളതല്ല. ഞാൻ ഇവിടെ വീറ്റ് ഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്ലെയിനായ സ്ഥലം കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്ലെയിൻ ആക്കിയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ആ പ്ലെയിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് വെള്ളം വെക്കും. എന്നിട്ട് നമ്മളൊരു ലിവർ ഓണാക്കുമ്പോൾ വെള്ളം അങ്ങ് വന്നിട്ട് ഇതെല്ലാം അങ്ങ് കളക്ട് ചെയ്യും. നമുക്കിപ്പോൾ മേലോട്ട് പോകണമെന്ന് വെച്ചാൽ മനസ്സിലാണ്. നമ്മുടെ ഇപ്പോൾ ഇത് പുഷ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. അയ്യോ, ഐഡിയ ഉണ്ടല്ലോ. ഈ ചില്ല് പുഷ് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കാണിച്ചിടാം. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. അതിനോട് ചേർന്നിരുന്നിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. ബട്ടനായിരിക്കും കുറച്ചുകൂടി നല്ല. ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടാകണം. ബട്ടനാണെങ്കിൽ തന്നെ കണ്ടോ, ആ ചില്ല് പൊട്ടാണ്ട് നമുക്ക് കിട്ടും. പക്ഷെ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷെ പൊട്ടാണ്ട് നീക്കിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് ഇവിടുന്ന് വീഴുന്ന അയൺ നമുക്ക് അപ്പാടെ അങ്ങോട്ടും കൊണ്ടുപോകാം. അതിന് ഫാസ്റ്റത്തെ ഐഡിയ വാട്ടർ എലിവേറ്റർ എന്ന് വെച്ചാൽ വെള്ളം വെച്ച് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇതിനകത്ത് നിന്ന് വീണിട്ട് അത് ഹോപ്പർ വഴി കടത്തി വിടുകയാണെങ്കിൽ വെള്ളം വഴി ഇങ്ങനെ എത്തിക്കോളും. വെള്ളം ഇങ്ങനെ ചാല് പറഞ്ഞ് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം കൊണ്ട് അങ്ങ് എത്തിക്കോളും. ഇല്ലെങ്കിൽ ഇവിടെ ഒരു റെയിൽ ഉണ്ടാക്കുക. അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചതാണ്. അതാണ് കുറച്ചുകൂടി സിമ്പിളായിരിക്കും ചാൻസുണ്ട്. അല്ലേ നമ്മൾ പിന്നെ ഒരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഓടി പോകണ്ടേ, അതിന് വേണ്ടിയുള്ള ഒരു കിടു സാധനം. അതിൻ്റെ നമ്മളിങ്ങനെ ഓടിയൊന്നും വേണ്ട, വെറുതെ കയറുക, ഇരിക്കുക, ഒന്ന് മുമ്പോട്ടൊന്ന് നീങ്ങുക. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിക്കണം. റെയിൽ കാർട്ട് എടുക്കണം. അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോട്ടെ. അയൺ സ്റ്റിക്ക്, പവർഫുൾ റെയിൽ ഉണ്ടാക്കണമെങ്കിൽ അയൺ സ്റ്റിക്ക്, ഗോൾഡ്. അയ്യോ അയൺ വേണ്ട, ഗോൾഡ്. ഇതൊക്കെ ഇതിന്
പവർ റെയിലാണ് വേണ്ട നമുക്ക്. പവർ റെയിലിന് ഗോൾഡ് വേണം. ഈ ഗോൾഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിഗ്ലിങ്സിന് കൊടുക്കാനാണ്. അങ്ങനെയെന്ന് ചോദിച്ചാൽ ആരാണെന്ന് വെച്ചാൽ നെതറിൽ കാണുന്ന പിഗില്ലേ, നെതറിൽ കാണുന്ന പന്നികൾ, ആ പന്നികൾക്ക് കൊടുക്കാനാണ്. അയൺ. നമ്മളവിടം വരെ പോയിട്ട് അയൺ എടുത്തില്ല. എന്തായാലും അയൺ എടുത്തിട്ട് വരാം. നമ്മൾ ആവശ്യത്തിനുള്ള അയൺ എടുത്തിട്ടുണ്ട്. ഈ അയൺ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാം. ഇതുണ്ടോ റെയിൽ, ഇതാണ് മുഖ്യം വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതൊരു 60 ഉണ്ടാക്കി. ഇനി ഇതൊന്ന് വേണം, ഇതൊറ്റൊന്ന് മതി. ഇതൊന്ന് എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എങ്ങോട്ടാണ് വേണ്ട അങ്ങോട്ടങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതാളത്തെ പൂച്ചെടിയുള്ള സ്ഥലത്തൊന്നും പ്ലേസ് ആവില്ല. വളച്ച് തിരിച്ചൊക്കെ വെക്കാം. അങ്ങോട്ട് എന്നിട്ട് മേലോട്ട്, അത് മേലോട്ട് കളക്റ്റാവാത്ത. ഓക്കെ വെക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി തന്നെ നോക്കണം. എന്നിട്ടാണ് ഇങ്ങോട്ട് കണ്ടാ മേലോട്ട് പോക്കോളും. ഇങ്ങനെ നമ്മൾ മേലോട്ട് വെച്ച് പോകണം. ഇനി ഇവിടെ കറങ്ങി ഇങ്ങനെ പോകണം. പോയി ഇങ്ങനെ പോയിട്ട് ഞാൻ എന്തായാലും ഇത് ഫുൾ അയൺ ഫാമിൻ്റെ അവിടം വരെ വെച്ചിട്ട് കാണിച്ചുതരാം. ഇവിടം വരെ വേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇനി ഇവിടെ ചെയ്യുന്നില്ല വണ്ടി, ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ്. എന്നിട്ട് എവിടെയൊക്കെ 6 ഉണ്ടാകാൻ പറ്റും. 6 ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോൾഡൊക്കെ പിന്നെയും വരും. ഫസ്റ്റ് നമുക്ക് വെക്കേണ്ടത് ഇവിടെ ഇങ്ങനെയായിട്ടാണ്. ബൂസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തായിട്ടൊന്നും വെക്കണ്ടെന്ന് എൻ്റെ വിചാരത്തിൽ. റൈഡിൽ കയറുക. അയ്യോ, അപ്പോൾ അത് വെറുതെ ഗൈസ്, തള്ളൊന്നുമില്ല നമ്മളത്. നമ്മളിങ്ങനെ പോവാം. ഇവിടെ നോക്കണം. എങ്ങോട്ടാ പോന്നെ? അത് തന്നെ പോകില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കയറ്റമല്ലേ, അല്ലെങ്കിൽ തന്നെ ഇതെങ്ങാനും ഇവിടെ വെച്ചാൽ പിന്നെ അത് ഫോണ് വന്നു. അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടാക്കാണ്ട്. റെഡ് സ്റ്റോൺ ടോർച്ച് കുറച്ച് വേണം. ഇത് വർക്കാണ്. റെഡ് സ്റ്റോൺ ടോർച്ച് വേണം. 3 6 മതിയാവോ? ഇപ്പം എന്താ വേണ്ട? സ്റ്റിക്ക്. വുഡ് തന്നെ ഇല്ലാന്ന് തോന്നുന്നു. വുഡ് തന്നെ ഇല്ല, പിന്നെയാണ് സ്റ്റിക്ക്. ഒരു വുഡ് ഉണ്ടോ? അത് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക്. അതിന് 2 വുഡ് വേണം. കൊള്ളാം. മൈൻക്രാഫ്റ്റ് നല്ല രീതിക്ക്. ഓക്കെ, ഇനി ഇവിടെ വെക്കണം. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയി. ഇനി നമ്മൾ പൊക്കോണ്ട് തന്നെ നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ നിർത്തി നമ്മൾ വെക്കുന്നതാണ്. കണ്ട വളരെ സ്പീഡുള്ളതുകൊണ്ട് ഫുൾ എണ്ണം കയറിപ്പുണ്ടാവും. അതാണ് വേണ്ടത്. ഇനി ഇവിടെ വേണ്ട, ഇവിടെ വെക്കാം. ഇവിടെ ഒന്ന് അല്ല വേണ്ട, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ അത് ബൂസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാനില്ല. എന്നിട്ടൊന്നും വേണ്ട. എന്നിട്ട് ഇവിടെ ഒന്നും വേണ്ട. അവിടെ നല്ല രീതിക്ക് ബൂസ്റ്റ് ആവും. ഇവിടെ വന്നിരിക്കട്ടെ. സ്പീഡ് റെയിൽ. ഒരു ടോർച്ച് ഉള്ളല്ലോ. ടോർച്ച് വെച്ച് അഡ്ജസ്റ്റ് കിട്ടാം. വീട്ടിൽ വേറെ ടോർച്ച് ഉണ്ടാവട്ടെ. കളിയല്ലേ. ഓക്കെ, 4 മതിയായിരിക്കും. 5 ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളം. അങ്ങോട്ട് നടന്നല്ല പോകാൻ പോകുന്നത്. നമ്മുടെ റെയിൽ വെച്ച് ഇവിടുന്ന് കുറച്ച് സ്ലോ ആയിരിക്കും. ഇവിടെയല്ലേ നമ്മൾ വെച്ചേ. കണ്ടോ, ഇവിടുന്ന് കുറച്ച് ഫാസ്റ്റ് കയറിയുണ്ട്. അത് കയറ്റാനായിട്ടാണ് ഞാൻ അവിടെ വെച്ചത്. ഇനി ഇവിടെ ഇത്ര മെല്ലെ പോകുന്നതാണ്. കണ്ടോ, പോയി ഫാസ്റ്റിൽ ഇവിടം വരെ പോകും. ഇവിടുന്ന് ഒന്ന് ബൂസ്റ്റപ്പ് ആകണം. ഇവിടുന്ന് ബൂസ്റ്റപ്പ് ആക്കിയിട്ട് ഇവിടുന്ന് കയറി പോയിട്ട് ഇനി ബൂസ്റ്റപ്പ് ആക്കേണ്ടത് ഇവിടെയാണ്. ഇറങ്ങി. ഓക്കെ, ഇനി ഇവിടെ ബൂസ്റ്റപ്പ് ആക്കാം. പോ. ഇവിടെ ഒന്നും വേണ്ട. ഇനി ഇവിടെ സെറ്റ് ചെയ്യണം. അതോ ഇവിടെ സെറ്റ് ചെയ്യണം? ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ കയറ്റം വരുന്നുണ്ട്. ഇവിടെ നേരെ പൊക്കോളും. ഇവിടെ ഇറക്കമുണ്ട്. ഇനി ഇവിടെ ഒരു ടോർച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്നേ ഉള്ളൂ അല്ലേ. അവിടെ എത്തണം. ഇവിടെ പാർട്ടിൽ വന്നിരിക്കുന്നു വേട്ട. ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം. ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു.
വെച്ചാൽ ഇവിടെ വരെ പമ്പാവൂല. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാം. എന്താണ് നൈറ്റ് വീട്ടിൽ പോകണം. ഇനിയുണ്ടോ ഫാസ്റ്റ് പോകുന്നുണ്ടോ? ഇവിടെയൊക്കെ സ്ലോ ആയിരിക്കും. ഇനിയും ഗോൾഡ് മൈനിങ് ഉണ്ടാകണം. ഇവിടെ ഒരു ടോർച്ച് തിരിച്ചോ റിട്ടേൺ പോ. ഇവിടെ നല്ല സ്ലോ ഉണ്ട്. ഞാൻ റിട്ടേൺ ആക്കിയതാണ്, അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് പോകുമായിരുന്നു. ഇവിടെ ടോർച്ച് ഉണ്ട്. ഇനി തിരിച്ചോ, മുമ്പോട്ട് കുട്ടാ. അതാ പശുവിനെ കയറ്റി കൊണ്ടുപോകുന്നു. എൻ്റെ പൊന്നോ, എന്താടാ എനിക്ക് വീട്ടിലെത്തണം. ഇതാണ് പാട്. അല്ല, നമ്മൾ തിരിച്ചു വേണമെന്ന് വെച്ചോണ്ട് മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഉണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ അവിടെയും ഫാസ്റ്റ് ട്രെയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലല്ലേ. സ്കെൽട്ടൻസ് ഫാസ്റ്റ് ട്രെയിൽ അടിക്കുന്ന കൊള്ളുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ട്രെയിൽ ഉള്ളതുകൊണ്ട് അവിടെ അത് വെച്ചത് നന്നായി. സ്പോട്ടിൽ നിന്ന് കിടന്നുറങ്ങിട്ട് വേണം. തീർന്നാലും കുഴപ്പമില്ല, നമ്മൾ രാവിലെ കാണാം. ഓക്കെ, ഇനി അവന്മാർ തീർക്കണം എന്ന്. ഓക്കെ, നമുക്ക് ഇനി കുറേ ഗോൾഡ് വേണം. ഇതൊക്കെ വെള്ളാനും വെറുതെ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിനകത്ത് കുടുങ്ങി വെച്ചാൽ ടാക്സ് വെച്ചാൽ ഡ്രോപ്പായി. ഇതുപോലത്തെ നമുക്ക് സാധാരണ പുല്ലെടുത്താൽ നമുക്ക് ഇതുപോലത്തെ കിട്ടൂല. കണ്ടോ വെറും ഡേട്ട കിട്ടുക. ഇതുണ്ടോ ഗ്രാസ് ബ്ലോക്ക് ആയിട്ടില്ല. ഗ്രാസ് ബ്ലോക്ക് നമുക്ക് എവിടെയും ഗ്രാസ് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ അവിടെ ഫുൾ ഗ്രാസോ. പിന്നെ നമ്മൾ റൈഡ് അങ്ങ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഒന്ന് വെച്ചാൽ കുറച്ച് സ്ലോ ആയിരിക്കും. അത്രേ ഉള്ളൂ. കണ്ടോ കയറിക്കാന്ന്. ഇവിടെയാണ് സോംബിമാർ സ്പോൺ ആവുന്നല്ലേ. ഇവിടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വളവായിട്ട് നല്ലൊരു സ്പീഡ് പറയും. അവിടെ ഒന്ന് വെക്കണമായിരുന്നു, പക്ഷെ ഇവിടെയും വെക്കണമായിരുന്നു. പക്ഷെ തികഞ്ഞില്ലല്ലോ. 6 ഗോൾഡ് കൊടുത്താൽ 6 ഗോൾഡും ഒരു റെഡ് സ്റ്റോണും ഒരു കമ്പും കൊടുത്താലേ കിട്ടുള്ളൂ. ഇത് 6 എണ്ണം കിട്ടും. കണ്ടോ, നമ്മൾ ഞാൻ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി സോംബിയൊക്കെ വന്നാൽ അതിനകത്ത് കുടുങ്ങിന്നോളും. ഇത് സീനൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് നോക്കട്ടെ. ഇത് ലാക്സ്, ഇതിൻ്റെ ഉള്ളിൽ ലാക്സ് ഉണ്ടല്ലോ ഗൈസ്. വെറുതെ നമ്മളെന്താ കാണിക്കട്ടെ. കണ്ടോ, നമ്മൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശരിക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഒക്കെ ഉള്ളൂ. നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് വന്നത്. അപ്പോഴാണ് നമ്മൾ ഈ റെയിലിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു റെയിലങ്ങ് ഉണ്ടാക്കി അയൺ ഫാമിലേക്ക് അങ്ങ് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ അയൺ ഫാമിലേക്ക് അങ്ങ് റെയിലങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരിപ്പോൾ ഇതുവരും സബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്ത് കാണുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ബൈ